ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീൻ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. കുറേ പേര് പറയാറുണ്ട് വീട്ടിലത്തെ ഒരു വീഡിയോ ഒക്കെ ഇടാൻ. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞൊരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ മുറ്റൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ കാലത്ത് എനിക്ക് പല്ലൊക്കെ തേച്ച് ഞാൻ ഇന്നൊരു കുഞ്ഞൊരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഗായ്സ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുളിക്കാന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും അച്ഛൻ കടയിൽ പോയേക്കാണ്. അപ്പം അച്ഛൻ ചോദിച്ച കാലത്ത് എന്താ കഴിക്കുക വെറൈറ്റി ആയിട്ട്. അപ്പം എനിക്കിന്ന് കാലത്ത് എന്തായാലും പൊറോട്ട കഴിക്കാൻ തോന്നി. പൊറോട്ട എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം കേട്ടോ. പൊറോട്ടയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. പക്ഷെ ഇന്ന് പൊറോട്ടയും ഉള്ളിക്കറി കഴിക്കാൻ തോന്നി. അപ്പം അച്ഛൻ വേഗം പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയിക്കാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അത് കഴിച്ചിട്ട് കുളിക്കാമെന്ന് വെച്ചു. നല്ല വിശക്കുന്നുണ്ട്. പിന്നെ അമ്മ കൊള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇപ്പം നമ്മുടെ പറമ്പിൽ കിണർ പണിയാണ് കേട്ടോ. അത് ഇനി 3 റിങ് അങ്ങോട്ട് വാർക്കാണ്ട്. അപ്പം അത് വാർത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൊള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇന്നും വെണ്ടയ്ക്കുപ്പേര് വെക്കും. കാരണം എനിക്ക് വെണ്ടയ്ക്കുപ്പേര് ഭയങ്കര ഇഷ്ടമായി. കാരണം ഏത് കറി വെച്ച് കഴിഞ്ഞാലും കൂടെ വെണ്ടയ്ക്കുപ്പേര് വെക്കും. അപ്പോൾ വെണ്ടയ്ക്കുപ്പേര് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കറിയുണ്ട്. അപ്പോൾ കാലത്ത് ഞാൻ സാധാരണ ഇഡ്ഡലിക്ക് കഴിക്കാറ്. ഇഡ്ഡലി പിന്നെ എനിക്ക് കാലത്ത് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിയൊക്കെ കഴിക്കാറ്. അപ്പോൾ ഇന്ന് അച്ഛൻ എന്താ സ്പെഷ്യലായിട്ട് വെറൈറ്റി എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു പൊറോട്ട മതി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പൊറോട്ട ഉള്ളിക്കറിയാണ് ഞാൻ പറഞ്ഞേക്കണത്. മസാലക്കറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞേക്കണത്. മിക്ക ദിവസവും ഇവിടെ പൊറോട്ടൻ്റെ കൂടെ സാമ്പാറും ചട്നി കിട്ടാറ്. എന്താണെന്ന് അറിയില്ല, ഒരു കോമ്പിനേഷനും ഇല്ലാത്ത സാമ്പാറും ചട്നി. പിന്നെ അതല്ലാതെ ചിക്കൻ നോൺ വെജ് പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. ചിക്കനോ ബീഫോ അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. റയറായിട്ടൊക്കെ ഒരു മാസത്തിൽ ഒരിക്കലും കഴിക്കാമെന്നല്ലാതെ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനമാണ് ചിക്കൻ. അപ്പോൾ വെയിറ്റ് ചെയ്യണം അച്ഛൻ വരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാണ്ട്. ഞാൻ ഒരു 10 days ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിൽക്കണു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നിൽക്കുന്നത്. എത്ര ദിവസം നിൽക്കുന്നത്. അപ്പോൾ കൊറിയർ അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ബിസിനസ്സൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകണേന്ന്. അപ്പോൾ അവിടെ സാഗരേട്ടനുണ്ട്. സാഗരേട്ടൻ ഇപ്പം എല്ലാം പഠിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കൊറിയർ പാക്ക് ചെയ്യാനും അഡ്രസ്സ് വയ്ക്കാനും ഡ്രസ്സ് തയ്ച്ചതൊക്കെ നോക്കാനും ഒക്കെ സാഗരേട്ടൻ ഇപ്പോൾ പഠിച്ചു. അപ്പോൾ ഞാനിവിടുന്ന് മെസ്സേജ് അയക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പറയുമ്പോൾ ആളത് കറക്റ്റായിട്ട് നീറ്റായിട്ട് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോവും. അപ്പം അങ്ങനെയാണ്. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി. അവിടെ എന്താ മഴയുടെ വിശേഷം? നിങ്ങളുടെ നാട്ടിൽ മഴയുടെ വിശേഷം എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഹായ് ഗായ്സ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഹെയർ ഫോൾ അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമഅർത്തിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിലാണ് കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി അതേപോലെ തന്നെ മെതിഡാനാണ് കേട്ടോ. റോസ്മേരി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ DIYs ഒക്കെ ചെയ്യാറുണ്ട്. അതിനൊരുപാട് ഹെയർ ഗ്രോത്തിന് യൂസ്ഫുൾ ആവുന്ന ഒരു മെയിൻ പ്രൊഡക്റ്റാണ് കേട്ടോ റോസ്മേരി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെതിഡാന. ഇത് ഞാൻ കുറച്ച് ഹെയറിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇത് നിങ്ങളുടെ ഹെയറിനെ 39% ഹെയർ സ്ട്രോങ് ആക്കാനും സ്ട്രെങ്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യണതാണ്. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഷാമ്പും കൂടി ഉണ്ട്. അത് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അതേ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി അതേപോലെ തന്നെ മെത്തിഡാനയാണ് കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി ഷാമ്പു ആണ്. അതേപോലെ തന്നെ ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കണ്ടീഷണറും കൂടി ഉണ്ട് കേട്ടോ. പർച്ചേസ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഗൈസ്, മാമഅർത്തിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനും അതേപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് മൂലം അവർ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണതായിരിക്കും. ഓണിയൻ്റെ ഷാമ്പൂവിൽ ചേഞ്ച് വരുത്തിയ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ടിലേക്ക് എല്ലായിടത്തുള്ള സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അച്ഛൻ ഈ വഴിയിലൊക്കെ തുളസി നട്ടിട്ടുണ്ട് കേട്ടോ. തുളസി നട്ടുണ്ട്. ഇതൊക്കെ ഇതാ വളർന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ കാലത്ത് വിളക്ക് വയ്ക്കുമ്പോൾ തുളസിയൊക്കെ പൊട്ടിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇതാ ഈ പൂവ്, വെള്ളപ്പൂവ്, ഇതൊക്കെ വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അച്ഛന് പൊട്ടിക്കാൻ വേണ്ടി അച്ഛൻ തന്നെ നട്ടിട്ടുള്ളതാണ്. ഈ ചെമ്പരത്തിയൊക്കെ അതെ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ കിണർ പണിയുമ്പോൾ നട്ടിട്ടുള്ളതാണ് ഈ ചെമ്പരത്തിയൊക്കെ കേട്ടോ. പിന്നെ കുറേയൊക്കെ റോസൊക്കെ ഇപ്പം നട്ടതാട്ടോ. അത് അച്ഛൻ അറ്റത്ത് അച്ഛൻ നിൽക്കുന്നുണ്ട്, കണ്ടോ അറിയില്ല. അച്ഛൻ പൊറോട്ട മേടിച്ച് വരുന്നുണ്ട്. അവിടെ വീട്ടിൽ വർത്താനം പറയാണ്. എന്താ വരുന്നുണ്ട്. അങ്ങനെ
ഗൈസ് ദാ അമ്മ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ കാലത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പേർക്ക് ഒരുമിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതാ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പൊറോട്ടയൊക്കെ ഇട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ഇപ്പോൾ നമ്മുടെ പറമ്പിലാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഉള്ളിക്കറിക്ക് ഒന്നാണ് കേട്ടോ. അപ്പോൾ പൊറോട്ട അങ്ങനെ ആരും ഇവിടെ കഴിക്കില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ട് 3 എണ്ണം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാനത് ഈ ഒരെണ്ണം കഴിച്ച് എനിക്ക് വയറ് നിറയും. അപ്പോൾ 3 എണ്ണം വെച്ചിട്ട് വാങ്ങിയിട്ടുള്ളൂ. അല്ല 3 എണ്ണം ജസ്റ്റ് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഉള്ളിക്കറി അല്ല കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറിയില്ലേ, ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് ആ ഒരു കറിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചായ കുടിക്കാനായിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഉള്ളിക്കറി കിട്ടിയിട്ടില്ല കേട്ടോ. കുറുമ കറിയാണ് കിട്ടിയേക്കുന്നത്. രാവിലെ തന്നെ പൊറോട്ട കിട്ടിയത്. അപ്പോൾ പൊറോട്ടയും കുറുമക്കറി, പിന്നെ ഇവിടെ കൊള്ളി ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നോക്കട്ടെ, കഴിക്കുന്നില്ല. അങ്ങനെ ദാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ പറമ്പിലേക്ക് പോവാണ് കേട്ടോ. കാലത്ത് ഞാൻ പറഞ്ഞല്ലോ അവിടെ കിണർ പണിയിട്ടുണ്ടെന്ന്. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം. ഇതും ജസ്റ്റ് മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ മുൻകൂട്ടി തന്നെ പറയാം കേട്ടോ. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് വ്ളോഗ് എടുക്കാണ്ടായിരുന്നു, കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഷോർട്ട് വീഡിയോസ് എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇരുന്നു ടി വി കാണായിരുന്നു കേട്ടോ. എന്താ പറയുക, അപ്പോൾ ഞാൻ കാണുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബേഴ്സില്ലേ, അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വ്ളോഗുകൾ, ചാലഞ്ചുകൾ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്യാരക്ടറൊക്കെ സ്വിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിരുന്ന് കാണുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് അവരുടെ വീഡിയോസൊക്കെ, ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഞാൻ അവരുടെ Q&A ആയിരുന്നു ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ഗൈസ് സ്കൂളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുത്ത് ഇനി നമുക്ക് കുറച്ച് നേരം കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ റിപ്ലൈ കൊടുക്കും. എന്നിട്ട് എന്താ പറയുക, ഓർഡർ തയ്ച്ചതൊക്കെ ഞാൻ സാഗറാട്ടിന് വാട്സപ്പിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊക്കെ അവൾ പാക്ക് ചെയ്തിട്ട് ഫോട്ടോസ് അയക്കുന്നതൊക്കെയാണ്. പാക്ക് ചെയ്തേക്കണം വേണ്ടി ഫോട്ടോ അയക്കും. ഞാനത് DTDCക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പാക്കിങ് നടക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ റിപ്ലൈ കൊടുക്കാനായിട്ട് പോവാണ്. കുറേ പേര് പറയുന്നത് എന്താ പറയുക, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ കാട്ടിത്തരാം വാട്സപ്പിൻ്റെ ഒരു ഇത്. എന്താ പറയുക, കാണുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെയാണ് മെസ്സേജുകൾ വന്ന് കിടക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ. മാക്സിമം ഞാനൊരു ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ കുറേ റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കും. പക്ഷെ നമുക്കിപ്പോൾ ഇതൊരു ഒറ്റ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി ഒരു ഒറ്റ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി കഴിയില്ലല്ലോ. നമുക്ക് അവർ വീണ്ടും ഡ്രസ്സിൻ്റെ സൈസ്, ഡീറ്റെയിൽസ്, മെറ്റീരിയൽ അത് ഏതാ ഇന്ന് കിട്ടും, പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം, അങ്ങനെയുള്ള അവരുടേതായ ഡൗട്ടുകൾ, എങ്ങനെയാണ് കൊറിയർ അയക്കുന്നത്, DTDC വഴിയാണോ പോസ്റ്റ് വഴിയാണോ, അങ്ങനെ അവരുടേതായ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 100 ചാറ്റൊക്കെ ഒരാളോട് ചെയ്ത് കഴിഞ്ഞാലാണ് അവരൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്കങ്ങനെ കുറേ ഇങ്ങനെ മെസ്സേജുകളും ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം ഞാൻ ഫാസ്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെബ്സൈറ്റിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി ഒരു 70% ഒക്കെ ആക്കി വെച്ചു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജിലുള്ളവരുണ്ട്, എൻ്റെ താഴെ ഏജിലുള്ളവരുണ്ട്, അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഏജിലുള്ളവരും ഉണ്ട്. അതേപോലെ തന്നെ കുറേ പേരുടെ അച്ഛന്മാർ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഞാൻ പറയണമെന്ന് ചോദിച്ചു. ഗൾഫിലുള്ള അച്ഛന്മാരൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. വീട്ടിൽ അവർക്ക് ഫംഗ്ഷനാണ്, ഇന്ന പരിപാടിയാണ്, അപ്പോൾ മോളെ നല്ല ഡ്രസ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛന്മാർ പല ഏജിലുള്ളവർ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് ആക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ പറയുക, കുറച്ചും കൂടി ഏജ് ആയവർക്ക് അതിൽ നിന്ന് അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുമോ, കുറച്ചും കൂടി ഈസി ആവുമോ എന്നും കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്ന രീതിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനും അഡ്രസ്സ് കൊടുക്കാനും ഈസി ആയിട്ടുള്ള രീതിയിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വെബ്സൈറ്റിൻ്റെ കാര്യം ഇങ്ങനെ ഡിലേ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഇത്രയാണ് മെസ്സേജ് വന്ന് കിടക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ ലേറ്റ് ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നതാണ്, ഇതാണ് സംഭവം. മനഃപൂർവ്വം അല്ല, എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് എൻ്റെ ഡ്രസ്സ് കൊടുക്കണം എന്നല്ല എനിക്ക് ആഗ്രഹം ഉണ്ടാവുക, പക്ഷെ മനഃപൂർവ്വം അല്ല, ഇതാണ് കാര്യം കേട്ടോ. ഞാൻ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ അതാ റിപ്ലൈ കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ കുറച്ച് തണ്ണിമത്തം മുറിച്ച് തന്നിട്ടുണ്ട്. ഇത് ഇത്രയ്ക്ക് എന്തിനാവോ ഇത്രയും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ കഴിക്കട്ടെ. പിന്നെ ഗൈസ് കുറേ പേർക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കുറേ നേരം ഇന്ന് റിപ്ലൈ ഒക്കെ കൊടുത്തു. അതേപോലെ തന്നെ ട്രാക്കിംഗ് ഐ ഡി അയച്ചു കൊടുക്കാണ്ടായിരുന്നു കുറേ പേർക്ക്. അതായത് ഡ്രസ്സ് ഓർഡർ ചെയ്ത് കൊറിയർ അയച്ചവരുടെ ട്രാക്കിംഗ് ഐ ഡി ഒക്കെ അയച്ചു കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അയച്ചു കൊടുത്തു. ഇത്രയാണ് ഗൈസ് എൻ്റെ മോർണിംഗിലത്തെ പരിപാടി. പിന്നെ ഇവിടെ വേറെ പരിപാടി പണി കാര്യങ്ങളൊന്നുമില്ല. കിച്ചണിലെ പണിയൊക്കെ അമ്മ തന്നെയാണ്. അപ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല. ഇത് എനിക്കിങ്ങനെ കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കുക, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ പണികളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ